പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് പുതിയ ജീവൻ കൊടുക്കുന്നതാണ്. പുതിയ ജീവൻ കൊടുക്കുന്നതാണ്. ഞാൻ പറയട്ടെ, റമദാൻ തുടങ്ങിയല്ലോ, നമുക്ക് സ്റ്റാർട്ടിങ് അല്ലേ? റമദാനിൻ്റെ ഒന്നാമത്തെ തറാവീഹ് നിസ്കരിക്കാൻ അവസരം ലഭിച്ചവർ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വീകരിച്ചവരെ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. എന്താ ഒന്നാമത്തെ തറാവീഹിൻ്റെ പ്രതിഫലം? അള്ളാഹു അവരുടെ തെറ്റ് പുറത്തു കൊടുക്കുന്ന 20 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടുമ്പോഴേക്ക് അവിടെ നിന്ന് എണീക്കുന്നതിന് മുമ്പ് അള്ളാഹു എന്ത് ചെയ്യും? തെറ്റുകൾ പുറത്തു കൊടുക്കുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര തെറ്റാ? 1000 തെറ്റാണോ? 70,000 ആണോ? 1 കോടിയാണോ? 10 കോടിയാണോ? അല്ല. കയൗമ വലദതുഹു ഉമ്മുഹു, ഉമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ എത്രയേറെ പാപങ്ങളുണ്ടോ, എത്രയേറെ പാപശുദ്ധയാണോ, അപ്രകാരം അല്ലാഹു പാപം പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണിവിടെ. എൻ്റെ പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടവർ എത്ര പേരാണ്? ഇനി എത്ര തറാവീഹ് നിസ്കരിച്ചാലാണ് ആ മഹത്വം കിട്ടുന്നത്? അതുകൊണ്ട് റമദാനിൻ്റെ ഒരു മുഹൂർത്തവും, ഒരു സെക്കൻഡും, ഒരു നിമിഷങ്ങളും കളയല്ലേ ഉമ്മ, കളയല്ലേ ഉപ്പാ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ, നഷ്ടപ്പെടുത്തരുത്. ഇന്നത്തെ തറാവീഹിനെ കുറിച്ച് ചോദിച്ചല്ലോ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു പുണ്യനബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നോമ്പത്രേ? പിന്നെ എണ്ണിച്ചുട്ടപ്പം പോലെ ഇരിക്കുന്ന ആളുകൾക്കുണ്ടാവും ഇത് എന്നാ ഒന്ന് പെരുന്നാളാകെ പഠിച്ചാണ് ഇല്ലേ? നിലാവ് കണ്ടതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് മഹല്ലിൽ നിന്ന് ഒരു കോളും വന്നില്ല. ഉസ്താദെ കണ്ടില്ലല്ലേ? ഓ, ഇത് കഷ്ടമായി പോയിട്ടോ, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്, തറാവീഹൊക്കെ പ്രതീക്ഷിച്ചതാണ്, ഒരു കോളും വന്നില്ല. ഇനി നോമ്പ് 27 ആകുമ്പോൾ തുടങ്ങും. ഉസ്താദ് എവിടെയെങ്കിലും കാണാൻ സാധ്യതയുണ്ടോ? ഞാൻ പറഞ്ഞു 27 കാണില്ല, അപ്പുറത്തെ വീട്ടിലെ ചന്ദ്രൻ ചേട്ടനെ കാണും, നിലാവ് കാണില്ല. അവർക്ക് 27 തന്നെ കാണണം. 28 ആകുമ്പോഴത്തേക്ക് പടക്കം പൊട്ടിച്ച് പെരുന്നാൾ ആക്കുകയാണ്. ആവണ മട്ടില്ല, അങ്ങോട്ട് ആക്കുക തന്നെ. അവിടെ ഇവിടെയൊക്കെ പൊട്ടും. കേൾക്കുന്നില്ല നിങ്ങൾ? എന്താ അവരുടെ ഉദ്ദേശം? ഇതെങ്ങനെയെങ്കിലും ഇടങ്ങേറി കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നല്ലേ? അല്ലേ? ഒരർത്ഥത്തിലെങ്കിൽ മറ്റർത്ഥത്തിൽ അങ്ങനെ ഒരു കുടുംബത്തിൽ അങ്ങനെ സംഭവിച്ചാൽ കുട്ടികൾക്ക് സന്തോഷത്തിന് വേണ്ടി പെരുന്നാളിൻ്റെ അന്നൊരു പടക്കം പൊട്ടിച്ചു എന്ന് കരുതി പൊന്നാനി പോകേണ്ട തെറ്റൊന്നുമല്ല കേട്ടോ. അല്പ സന്തോഷമൊക്കെ ശരീരത്തിന് അപകടം ഉണ്ടാകാത്ത രീതിയിൽ സന്തോഷമൊക്കെ ആകാം എന്ന് ആലിമികൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിൽ തന്നെ അത് നോമ്പ് തീർന്നിട്ടില്ല. വിശ്വാസികൾ കുടുംബത്തിൽപ്പെട്ട വേണ്ടപ്പെട്ട ഒരാളുടെ പൊന്നുപ്പാൻ്റെ പൊന്നുമ്മാൻ്റെ മരണം പോലെ, പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഭാര്യയുടെ മക്കളുടെ മരണം പോലെയാണ് പരിശുദ്ധമായ റമദാനിൻ്റെ വിടപറച്ചിൽ കാണുക എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. എത്ര വേദനയാണ് ആ റമദാനിൻ്റെ വിടപറച്ചിൽ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞത് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുക്കുന്ന കൂലി ഈ ഉമ്മത്തിന് ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ രാത്രിയുടെ 20 റക്അത്ത് കൊണ്ട് അള്ളാഹു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ തറാവീഹിനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്. നാളത്തെ തറാവീഹിന് ഈ കൂലിയില്ല, മറ്റന്നാൾ ഈ കൂലിയില്ല, അത് മറ്റൊരു കൂലിയാണ്. അപ്പോൾ നഷ്ടപ്പെട്ട ഓരോ തറാവീഹും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഡെയിലി തറാവീഹ്സ്കരിക്കുന്ന ആളുകൾ ഇനി എന്തെങ്കിലും രോഗമോ പ്രയാസമോ ആയിട്ട് തറാവീഹ് നഷ്ടപ്പെട്ടാൽ അതിനെ ഖളാ വീട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും പോലും ഒഴിവാക്കാൻ പറ്റില്ല. അത് ഖളാ വീട്ടി പകലോ സൗകര്യം പോലെ നിസ്കരിക്കണോ അത്രേ. ഡെയിലി ചെയ്യുന്നവർ, ഡെയിലി ചെയ്യാത്തവർക്ക് ചാത്തപ്പൻ എന്ന് മശറാന്ന് പറഞ്ഞല്ലോ. എന്ത് ഖളാ വീട്ടൽ? പെരുന്നാൾ സ്കരിക്കാൻ വരുന്ന ആളെ പോലെയാണത്. പെരുന്നാൾ അത്രയൊക്കെ പൂശി സെൻറ്റിലൊക്കെ കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ഇട്ട് ഒരു 44,000 വട്ടം തലയൊക്കെ ചെയ്യി, അങ്ങോട്ട് ചെയ്യി ഇങ്ങോട്ട് ചെയ്യി സെറ്റപ്പായിട്ട് നല്ല ചെരുപ്പൊക്കെ ഇട്ട് പള്ളിയിലേക്ക് കണ്ട് വരും അല്ലേ? പെരുന്നാൾ സ്കരിച്ച് വീട്ടിൽ പോകും. കുറേ ആളുകൾ കടുത്ത ഹറാമാണെന്ന് പറഞ്ഞു പരിശുദ്ധ ദീൻ. എന്തുകൊണ്ട്? അവർ സുബഹിസ്കരിച്ചില്ല. സുബഹിസ്കരിക്കാത്തവരുടെ അവസ്ഥ എന്താണ് അല്ലേ? പെരുന്നാൾ നിസ്കാര സുന്നത്ത നിസ്കരിച്ചില്ല എന്ന് കരുതി അള്ളാഹു മഹ്ശറിൽ ഇത്രയും കോടിക്കണക്കിന് ദിവസങ്ങൾ നിൽക്കണമല്ലോ. മഹ്ശറിൽ ഒരു സെക്കൻഡ് പോലും ചോദിക്കൂല, എന്താ മുഹമ്മദേ പെരുന്നാൾ നിസ്കരിക്കാത്തോ എന്ന് ചോദിക്കൂല. കാരണം അത് സുന്നത്ത. നിസ്കരിച്ചാൽ നിനക്ക് വലിയ പോലീശയാണ്, നിന്റെ തെറ്റൊക്കെ പൊറുക്കും. നിസ്കരിച്ചില്ല എന്ന് കരുതി നിന്നെ അടിക്കോ? ഇല്ല, ചോദിക്ക പോലും ഇല്ല. പക്ഷേ പെരുന്നാളിൻ്റെ സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ അടി ഉറപ്പാ, ഖബറിൽ പോലും അപകടം ഉറപ്പാ, ഈമാൻ കലിമ ചൊല്ലി മരിക്കുന്നതിൽ പോലും പ്രശ്നങ്ങൾ ഉറപ്പാ. പടച്ചോൻ വളക്കാക്കട്ടെ. അപ്പോൾ
നമ്മുടെ മുന്നിൽ പ്രിയപ്പെട്ടവരെ എല്ലാ ബാധ്യതകളും നിർബന്ധമായ ബാധ്യതകളൊക്കെ വീട്ടണം. ആ വീട്ടുന്നതോടൊപ്പമുള്ള സുന്നത്തുകളിൽ പോരായ്മ വന്നു. തറാവീഹ് നഷ്ടപ്പെട്ടു, ഖളാ വീട്ടാ. തറാവീഹിന് നേരം വൈകി, ആരുമില്ല, ഒറ്റക്കാണ്. തറാവീഹ് 2 പ്രാവശ്യം നിസ്കരിക്കുക. 2 പ്രാവശ്യം ഞാൻ കനംകുട്ടി പറഞ്ഞതാണ്. തറാവീഹിന് ആരുമില്ല, വീട്ടിലൊരു ഉമ്മ തനിച്ച. കാക്കായാണെങ്കിൽ ഇങ്ങോട്ട് പോയി, പള്ളിയിലേക്ക് മഗ്‌രിബിന് പോയതാ, പിന്നെ ചായയും കുടിച്ച് വീടിയും വലിച്ച് അവിടെ ഇരുന്ന്. താത്ത അവിടെ ഒറ്റക്കായി. തറാവീഹ് നിസ്കരിക്കണ്ടേ? നിസ്കരിക്കണം ഒറ്റക്ക്. അതിനൊക്കെ പടച്ചോൻ അവസരം. ഒറ്റക്ക് ജുമാ നിസ്കാരം പോലെയാണ് തറാവീഹ് എന്ന് പറഞ്ഞ് നമ്മൾ കുടുങ്ങിയില്ലേ? ജമാഅത്തായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ കുടുങ്ങിയല്ലോ. ഇതങ്ങനെ പറഞ്ഞില്ലല്ലോ, അതല്ലേ ഓഫർ. ഒറ്റക്ക് നിസ്കരിച്ചാലും എമ്പാടും കൂലിയല്ലേ? തീർച്ചയായും ഒറ്റക്കാണെങ്കിലും തറാവീഹ് നിസ്കാരം നടക്കണം. പിന്നെ കുടുംബത്തിൽ തറാവീഹ് നിസ്കാരം നടക്കട്ടെ. ആരുടെ കുടുംബത്തിൽ? അയൽപക്കത്തെ മിയാത്തുമാടെ കുടുംബത്തിലല്ല, നിന്റെ കുടുംബത്തിൽ നടക്കട്ടെ സുന്നത്തായ തറാവീഹ് നിസ്കാരം. ആ പോരിശ നിന്റെ കുടുംബത്തിൽ വേണ്ടേ? പായും തലങ്ങണ്ണിയൊക്കെ ആയിട്ട് പോകുന്നുള്ള ടെറസിൻ്റെ മുകളിലേക്ക് പോക്കരുടെ അവിടെ മതിയോ തറാവീഹിൻ്റെ മഹത്വം? നീ ഒറ്റക്കുള്ളൂ, മതിയല്ലോ. നിനക്ക് അവിടെ പോയി ജമാഅത്ത് നിസ്കരിച്ച കൂലിയേക്കാൾ കൂടുതൽ നിനക്ക് ഇവിടെ കിട്ടും. എന്തിന്? പള്ളിയിൽ പോയാൽ പോലും ആ കൂലി കിട്ടില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉമ്മയുടെ കാര്യമായി പറയുന്നത്, സഹോദരിമാരുടെ കാര്യമായി പറയുന്നത്. ചിന്തിക്കണം. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ശൈത്താൻ സമ്മതിക്കില്ല തറാവീഹിൻ്റെ മഹത്വം നമ്മുടെ വീട്ടിൽ കിട്ടാൻ. കാരണം റമദാനിൽ മാത്രം തറാവീഹിന് വേണ്ടി മാത്രം വരുന്ന മലക്കുകളുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ നമ്മുടെ വീട്ടിൽ വരണ്ടേ? നമ്മളേതായാലും വീട്ടിൽ പള്ളി പോയി നിസ്കരിക്കുകയാണ്, അവിടെ ആ മലക്കുകൾ പെയ്തിറങ്ങും. നമ്മുടെ വീട്ടിൽ വേണ്ടേ? ഉണ്ടാകട്ടെ. വീട്ടിൽ ഉമ്മമാർ ഒറ്റക്കായിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ മറ്റു സഹോദരിമാരോടൊപ്പമായിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിലെ ചെറിയ മകൻ നിസ്കരിച്ച് ഇമാമത്തിൽ നിന്ന് പിന്നിലായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും തറാവീഹ് നിസ്കാരം ഒരു ദിവസമെങ്കിലും വീട്ടിൽ നടക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താ ബർക്കത്ത് വേണ്ടെന്ന് വെക്കുന്നത്? അല്ലേ ഏറ്റവും ഖൈറ്? ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അതല്ലേ പള്ളിയിൽ വരണ്ടെന്ന് പറഞ്ഞത്? ഏറ്റവും ഖൈറായി അതിനേക്കാൾ മാർക്ക് നിങ്ങൾ കിട്ടില്ല. നിങ്ങൾ ഏത് ഹോജയുടെ മുന്നിൽ പോയി ഫത്വ ചോദിച്ചോളൂ. കുടുംബത്തിൽ നിസ്കരിക്കുന്നതിനേക്കാൾ പോരിശ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. മസ്ജിദുൽ ഹറമിലാണെങ്കിൽ പോലും ഉംറക്ക് പോയി മസ്ജിദുൽ ഹറമിൽ കഅബയുടെ തൊട്ട് ചേർന്ന് കണ്ണിറച്ച് കഅബ കണ്ട് ഒരു ഉമ്മ നിസ്കരിക്കുക, ഒരു ഉമ്മ അവരുടെ താമസിക്കുന്ന ലോഡ്ജിൽ നിസ്കരിക്കുക. കൂലി ലോഡ്ജിലാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, ഒരു അധ്വാനമില്ലാതെ ഉമ്മമാർക്ക് കൂലി കൊടുക്കുന്നുണ്ടോ നിങ്ങൾ? ഉണ്ടോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഞാൻ പറയും, നമ്മുടെ കുടുംബത്തിൽ നിസ്കാരം നടക്കട്ടെ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു തആല അൻഹു വൻജലാവലിയോടെ മുഅ്മിനീങ്ങളോട് തറാവീഹ് നിസ്കരിക്കാൻ പറഞ്ഞു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇമാമത്തായി നിസ്കരിച്ചു. പിന്നിൽ മഹാന്മാരായ സ്വഹാബികൾ നിന്നു. വലിയ ബറ്റാലിയൻ നിസ്കരിക്കാൻ തുടങ്ങി, വലിയ ജമാഅത്ത് നടക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഈ ജമാഅത്ത് ഉമർ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയത്? അങ്ങനെ നിരന്തരം മുടങ്ങാതെ പോകാനുള്ള കാരണം അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പറഞ്ഞു കൊടുത്തൊരു ഹദീസാണ്. ഞാനൊരു ഹദീസ് പറഞ്ഞു കൊടുത്തു, പുണ്യ നബിയുടെ ഹദീസ്, തറാവീഹിനെ കുറിച്ചുള്ള ഹദീസ് എന്ന് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. എന്താ ഹദീസ്? അല്ലാഹുവിൻ്റെ അർശിൻ്റെ താഴ്ഭാഗത്ത് ഹലീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന മനോഹരമായ മഹോന്നതമായ ഒരു സ്ഥലമുണ്ട്, ഒരു സ്പേസ് ഉണ്ട്. അവിടെ അല്ലാഹുവിൻ്റെ ഇഷ്ടക്കാരായ കോടിക്കണക്കിന് മലക്കുകൾ ഇബാദത്തിലാണ്. അവിടെ നിസ്കാരമാണ്, അവിടെ സൽക്കർമ്മങ്ങളാണ്, തസ്ബീഹ് ചൊല്ലലാണ്, തക്ബീർ ചൊല്ലലാണ്, ദിക്ർ ചൊല്ലലാണ്. അർശിൻ്റെ താഴ്ഭാഗത്ത് ആ സ്ഥലത്തിൻ്റെ പേര് ഹലീറത്തുൽ ഖുദ്സ് എന്നാണ്. അവിടെ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ റമദാൻ ആകുമ്പോൾ ഒന്നാമത്തെ തറാവീഹിന് ആളുകൾ വീടുകളിലും പള്ളികളിലും നിസ്കരിക്കാൻ വേണ്ടി എണീറ്റ് നിൽക്കുമ്പോൾ മലക്കുകൾ അല്ലാഹുവിനോട് പറയും, റബ്ബേ ഞങ്ങൾ ഭൂമിയിലേക്കൊന്ന് പോയിക്കോട്ടെ റബ്ബേ. തറാവീഹ് നിസ്കരിക്കുന്ന സാധുക്കളായ ഉമ്മമാരുടെ ഉപ്പമാരുടെ കൂടെ ഞങ്ങൾ പോയിക്കോട്ടെ റബ്ബേ, ഞങ്ങൾ അവരുടെ കൂടെ തറാവീഹ് നിസ്കരിച്ചോട്ടെ റബ്ബേ എന്ന് ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴുണ്ട് അനുവാദം കൊടുക്കുന്നു, പൊയ്ക്കോളി നിങ്ങൾ. അതിൻ്റെ സ്പെഷ്യൽ മലക്കുകളാണവർ.
അവർ തറാവീ നിസ്കരിക്കുന്ന സകലമാന പള്ളികളിലും സകലമാന വീടുകളിലും ഈ ഹദീറത്തുൽ ഖുദ്സിലെ മഹാന്മാരായ മലക്കുകൾ വന്നുകൊണ്ട് ജമാഅത്തിൽ നിസ്കാരക്കാർക്കിടയിൽ വന്ന് നിറഞ്ഞു നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ അല്ലാഹു നൽകുന്ന മഹോന്നതമായ നിഅമത്ത്, തറാവീഹിന് വന്ന മലക്കുകളുടെ ശരീരത്തിൽ ആരുടെയെങ്കിലും ശരീരം സ്പർശിച്ചാൽ, അല്ലെങ്കിൽ മലക്കുകളുടെ ശരീരം ഇവരുടെ ശരീരത്തിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ സ്പർശിച്ചാൽ സഈദ, അവർ ലോകത്ത് ഏറ്റവും വലിയ വിജയികളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവർ പരാജയപ്പെടില്ല, പിന്നെ അവർ തോറ്റുപോകില്ല, പിന്നെ അവർ ഈമാനില്ലാതെ മരിക്കേണ്ട ഗതികേട് വരില്ലത്രേ. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണേ അല്ലാ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അവരുടെ സ്പർശനമേക്കാതെ തറാവീ നിസ്കരിക്കാൻ ഒരു ഉമ്മാക്കുപ്പാക്ക് കഴിയില്ല. ഒന്നും രണ്ടുമല്ല, കോടിക്കണക്കിന് മലക്കുകൾ നമ്മുടെ സഫുകൾക്കിടയിൽ. ഇത് കാണാൻ കണ്ണിന് പവറില്ലാത്തത് കൊണ്ടല്ലേ, കാണാൻ കണ്ണിന് പവറുള്ള മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നത്. നെഞ്ചിൽ കൈവച്ചാലോചിക്കും ഉമ്മ ഉപ്പ, തറാവീഹ് മുടങ്ങി പോകേണ്ടതുണ്ടോ? അല്ലാഹുവേ, മുടങ്ങാതെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, അതാണ് തറാവീഹിൻ്റെ. ഇനി നമ്മിൽ ഭൂരിഭാഗം ആളുകൾക്കും പറ്റുന്ന വേറെ കുഴപ്പം പറഞ്ഞുതരാം. ഉസ്താദേ, ഞങ്ങൾക്ക് തറാവീ നിസ്കരിക്കാനൊന്നും വയ്യ, ഞങ്ങൾ നോമ്പ് പിടിക്കുന്നതിനൊരു പ്രകാരമാണ്, ഗുളിക കഴിച്ച് ഞങ്ങൾക്ക് പിന്നെ ക്ഷീണമാണ്, ഞങ്ങൾക്ക് ഷുഗറാണ്, പ്രഷറാണ്, പ്രശ്നമാണ്, ബാലൻസ് കിട്ടുന്നില്ല, നിസ്കരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. ഇല്ലേ, നോമ്പ് പിടിക്കാൻ പോലും പറ്റാതെ ഞങ്ങൾ നോമ്പിൻ്റെ മുദ്ദു കൊടുക്കുന്ന സാധുക്കളായ രോഗികളാണ്, ഞങ്ങൾക്ക് ഒന്നിനും കഴിയില്ല ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് തീരെ തറാവീഹിൽ പങ്കെടുക്കാത്ത ഗതികേട് എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ, നിങ്ങൾക്കാർക്കും വരാൻ പാടില്ലെന്ന് മോഹമുള്ളത് കൊണ്ട് പറയുകയാണ്. തറാവീഹിൻ്റെ ഒരു 2 റക്അത്തിലെങ്കിലും നമ്മൾ പ്രസൻ്റ് ആകണം. അത് ഇരുന്നിട്ടോ കസേരയിലോ നിന്നിട്ടോ എങ്ങനെയാണെങ്കിലും. തറാവീഹിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മഗ്രിബ് നിസ്കരിക്കുന്നവരാണെങ്കിൽ, നമ്മൾ ഇഷാ നിസ്കരിക്കുന്നവരാണെങ്കിൽ ഒരു 2 റക്അത്ത് തറാവീഹിലും കൂടാലോ അല്ലേ? 20 റക്അത്ത് തറാവീഹ് നിസ്കാരം ഉണ്ട് എന്ന് വിശ്വാസമുള്ള ഒരു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മുസ്ലിമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പറ്റുന്നത് എത്ര? 2 പറ്റുള്ളൂ. അല്ലെങ്കിൽ 4 കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ 10 റക്അത്ത് കഴിയുമ്പോഴത്തേക്കും വീട്ടിലേക്ക് പോകണം, വയ്യ, ക്ഷീണാണ്, അവർക്ക് പോകാം. അവർക്ക് 2 മതി, അവരെ കണ്ട് പറ്റുമെങ്കിൽ അത്ര മതി. അവർ തറാവിയിൽ പ്രസൻ്റ് ആയില്ലേ, ഈ മലക്കുകളുടെ സാന്നിധ്യം കിട്ടിയില്ലേ, കൂലി കുടുംബത്തിൽ കിട്ടിയില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ക്ഷീണവും തളർച്ചയും പറഞ്ഞ് നമ്മൾ പിന്നോട്ട് മാറാൻ പാടില്ല. നിങ്ങൾ നോമ്പ് പിടിക്കാത്തവരല്ലേ, ശൈത്താൻ അതിന് നമ്മുടെ കാതി പറഞ്ഞു തരും, നോമ്പ് പിടിക്കാത്തവർക്ക് എന്ത് തറാവി ഉണ്ട്, നോമ്പ് പിടിക്കാൻ നിങ്ങൾക്ക് കഴിയൂലല്ലോ, രോഗിയല്ലേ, പിന്നെ തറാവി നിസ്കരിച്ചില്ല അതൊരു കുഴപ്പമില്ല എന്ന് കരുതി നമ്മളെ പിറകോട്ട് വലിക്കും. എന്താ, നമ്മൾ മഹോന്നതന്മാരാവും തറാവി നിസ്കരിച്ചാൽ, വിടൂല്ല ഇബ്ലീസ്. അപ്പോൾ പറയണം, പോയി നിനക്ക് പണി നോക്കാം, തൽക്കാലം ഈ ഉടായ്പ എൻ്റെ അടുത്ത് നടക്കില്ല. ഞാൻ തറാവി നിസ്കരിക്കുമ്പോൾ പള്ളിയിലേക്ക് നടന്നു പോകാൻ പറ്റില്ല, ഒരു ഉപ്പാക്ക് വഴിയ. ഇപ്പോൾ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇല്ലേ, പോകാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, വേണ്ട, അതേ ഇരുത്തത്തിൽ ഇരുന്ന് നിസ്കരിക്കാമല്ലോ നമുക്ക് തറാവി ഒതുവൊക്കെ എടുത്തിട്ട്. ഒരു 2 റക്അത്ത് നമുക്ക് നോക്കി, ഒരു 2 റക്അത്തോടെ നിസ്കരിച്ചു, വയ്യ, മതി മതി, തീരെ ഇല്ലാത്ത അവസ്ഥ പ്രിയപ്പെട്ടവരെ ഉണ്ടാകരുത്. എന്താ തറാവീഹിൻ്റെ കൂലി? മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബാ. പുണ്യ റമളാനിൽ പുണ്യ തറാവീഹ് നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവരുടെ കഴിഞ്ഞുപോയ സകല പാപങ്ങളും പൊറുക്കും തറാവീഹ് കൊണ്ട് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തറാവീഹ് എത്ര റക്അത്താ? 20 റക്അത്താണ് തറാവീഹ് അല്ലേ? ഒരു ദിവസത്തെ തറാവീഹ് കൊണ്ട് 700 റക്അത്ത് തറാവീഹിൻ്റെ കൂലി കിട്ടിയാൽ നമുക്ക് കുറയോ? നമുക്ക് നഷ്ടമുണ്ടോ? തറാവീഹ് നിസ്കാരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ കൊടുക്കുന്ന കൂലി? എന്താണെന്നാ പറഞ്ഞത്? എന്താ കൂലി? ഓരോ ദിവസത്തിൻ്റെ കൂലിയും വെറൈറ്റി കൂലിയാണ്.
മൊത്തത്തിൽ തറാവീനെ കുറിച്ചൊരു വർത്താനം പറഞ്ഞു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിന. ആ തറാവി നിസ്കരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സെക്കൻഡ് വരെയുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 20 റക്അത്ത് തറാവി നിസ്കരിക്കുന്നു, നമ്മൾ ഡെയിലി നിസ്കരിക്കുന്നുണ്ടല്ലോ. ആ 20 റക്അത്തിന് ഓരോ ദിവസവും 700 റക്അത്തിൻ്റെ കൂലി കിട്ടിയാലോ? വലിയ കിട്ടലല്ലേ ഇത്? ഒരു ഫറദിന് എത്ര കൂലി? ഒരു സുന്നത്തിന് എത്ര കൂലി? റമദാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫറദിൻ്റെ കൂലിയാണ്. ഒരു ഫറദ് ചെയ്താലോ 70. അത് സ്റ്റാർട്ടിംഗ് ആണ് 70. അത് മിനിമം പറഞ്ഞതാണ്. അയാൾ 70 പദവി കിട്ടുന്ന വലിയ അമലാണ്. പടച്ചവനെ എനിക്ക് അധികരിപ്പിച്ച് നൽകണമെന്ന നെയ്യത്തിൽ തഖ്വയോടെ, ഉറച്ച ഈമാനോടെ, നല്ല വിശ്വാസത്തോടെ നിസ്കരിച്ചാൽ അത് 700 ആകും. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ നെയ്യത്തിൻ്റെ പവർ അനുസരിച്ച് പവർ ഏറ്റ വ്യത്യാസം ഉണ്ടാവും. പവർ കൂടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു സുന്നത്തിന് ഫറദിൻ്റെ കൂലിയാണ്. അപ്പോൾ തറാവി 20 റക്അത്ത് നിസ്കരിച്ചാൽ 20 റക്അത്ത് ഫറദ് നിസ്കരിച്ചാൽ കൂലി കിട്ടുമല്ലോ, തർക്കമില്ലല്ലോ. അല്ലാഹു നമുക്ക് നൽകട്ടെ, അല്ലാഹു തരട്ടെ. ആ 20 റക്അത്ത് ഫറദ് നിസ്കരിച്ച കൂലിയുടെ സ്ഥാനത്ത് 700 റക്അത്ത് ഫറദ് നിസ്കരിച്ച കൂലി കിട്ടിയാലോ? നമ്മൾ 700 ആക്കാൻ പോവും. അത് ഉണ്ടോ? ഇന്ന് മുതൽ നമ്മുടെ തറാവിന് 700 റക്അത്ത് നിസ്കാരത്തിൻ്റെ കൂലിയാണ്. ഒറ്റ നിസ്കാരത്തിന് 700 റക്അത്ത് തറാവി നിസ്കരിക്കുക. എത്ര ദിവസം നിസ്കരിക്കണമെന്നറിയോ? നോമ്പ് 30 നിസ്കരിച്ചാലും 600 ആവുള്ളൂ. കൂട്ടി നോക്കിക്കോളി. നോമ്പ് 30 ഒരാൾ തറാവി നിസ്കരിച്ചാൽ എത്ര കൂലിയായി? 600 റക്അത്തായുള്ളൂ. ഇവിടെ ഒറ്റ തറാവി കൊണ്ട് 700 റക്അത്താണ്. എന്താ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് തറാവീഹിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ, ഏത് നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോഴും ആ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരധ്വാനമില്ല. ആ വീട്ടിലെ അത്തറിൻ്റെ ബോട്ടിലും കിടക്കുക, ആ കാർക്കങ്ങോട്ട് ഊരുക, ഒരല്പം കൂടെ ആക്കുക. അല്ലാഹു പടച്ചോനെ ഉണ്ടോ? അലി മഗ്‌രിബിന് കുറച്ച് നേരത്തെ പള്ളിയിൽ പോയതാ. ചെറിയൊരു അത്തറിൻ്റെ കുപ്പിയുണ്ട് നമ്മുടെ പോക്കറ്റിൽ, അതങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ ഉമ്മമാർ വീട്ടിൽ നിസ്കാരക്കുപ്പായം, ഒരു കുടുംബത്തിലെ ഏറ്റവും മോശപ്പെട്ട എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ കുപ്പായം നിസ്കാരക്കുപ്പായായിരിക്കും. ഇന്ന് തന്നെ പോയി നോക്കിക്കോ പാത്തുമാടെ കുപ്പായം എങ്ങനെയുണ്ടെന്ന്. കരിമ്പനടിച്ചിട്ട് 12 കളർ ഒന്നിച്ചുണ്ടാവും അതിനകത്ത്. ഒരിക്കലും പാടില്ല. അള്ളാഹുവിന് ഇഷ്ടമല്ല അങ്ങനെ. മലക്കുകൾ നമ്മുടെ കൂടെ വന്ന് നിൽക്കൂല്ല. പടച്ചോമ്പളക്കാക്കട്ടെ. ഇങ്ങനെ വാങ്ങിക്കോളി. നീ ആർക്കെങ്കിലും നിസ്കാരക്കുപ്പായം ആർക്കെങ്കിലും വാങ്ങാൻ ഒരു ഗതിയില്ലെങ്കിൽ, പരഗതിയില്ലെങ്കിൽ, ഇവിടുത്തെ സംഘാടകരായി ബന്ധപ്പെട്ട 1-2 നിസ്കാരക്കുപ്പായൊക്കെ ഇവർ വാങ്ങിത്തരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതങ്ങനെ ചുരുട്ടിക്കൂട്ടി ആ നിസ്കാരപ്പായ അങ്ങനെയല്ലേ നമ്മൾ നിസ്കാരക്കുപ്പായ എങ്ങനെ വെക്കുക? അത് അവളെ ഉസ്താദി വെക്കണത് ഞങ്ങളാണോ? അത് എടുത്ത് പൊക്കി വെക്കുക. ആ പായൊന്നുകൊണ്ട് പൊക്കുക, കൊടയുക. അപ്പം മക്കൻ ഒരു ഭാഗത്ത്, സോക്സ് വേറൊരു ഭാഗത്ത്, തസ്ബി വേറൊരു ഭാഗത്ത്, നിസ്കാരക്കുപ്പായനെ ചുരുട്ടിക്കൂട്ടി അതൊക്കെ നല്ല വൃത്തിയായിട്ട്. നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പർദ അല്ലെങ്കിൽ ലാച്ച അല്ലെങ്കിൽ ചുരിദാർ എങ്ങനെ ഇടുക? നിസ്കാരപ്പായൽ ചുറ്റിക്കൂട്ടിയാണ് ഇടുന്നത്? അല്ലല്ലോ. ഒരു നിലവാരമില്ലാത്ത അവരുടെ നിസ്കാരത്തിൻ്റെ അവർ കൊടുത്ത ഗൗരവം എത്ര ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. നിസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും വലിയ പോരിശയല്ലേ? നിസ്കരിക്കുന്ന സ്ഥലത്തിന് പോരിശയല്ലേ? നമ്മുടെ വീടായിക്കോട്ടെ, നിസ്കരിക്കാൻ വേണ്ടി സുജൂദ് വെക്കുന്ന സ്ഥലം അല്ലേ? നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് പറയും, പടച്ചോനെ എൻ്റെ ശരീരത്തിൽ ഇവരെ സുജൂദ് വച്ച മനുഷ്യനാണിത്, ഓളാണിത്, ഇവരെ സ്വർഗത്തിൽ കയറ്റണമെന്ന് പറയും. ശഫാഅത്ത് ചെയ്യുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ വെച്ച് മഹാന്മാരായ സ്വഹാബികൾ പറയുന്നുണ്ട്. അത്ര വലിയ മഹത്താണ്. നിസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും മഹത്വമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നമ്മൾ എന്ത് ചെയ്യുക? നല്ല വൃത്തിയൊക്കെ ആയിട്ട് സുഗന്ധം തേച്ചിട്ട് നിസ്കരിക്കുക. തറാവി നിസ്കാരം മാത്രമല്ല, എല്ലാ നിസ്കാരവും. തറാവി ഓരോ നിസ്കാരവും സുഗന്ധം ഉപയോഗിച്ച് നമ്മൾ നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരം 70 റക്അത്തിൻ്റെ മഹത്വത്തിലേക്ക് വളരും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇന്ന് മുതൽ ആ ഒരു നെയ്യത്ത്, സാധാരണ നമ്മളിങ്ങനെ പുരട്ടലുണ്ട്, നേരത്തെ പുരട്ടി പോക്കുണ്ട്, അത് പോരാ. നെയ്യത്തുണ്ടെങ്കിലേ കൂലി ഉണ്ടാവുള്ളൂ. നെയ്യത്തില്ലാതെ കൂലി കിട്ടുമോ? നോമ്പിന് നെയ്യത്തില്ല, ബാക്കിയൊക്കെ നടത്തി. അത്താഴം 5-6 പ്രാവശ്യം തട്ടി. ഇടയിലായാലും അത്താഴം അല്ലേ? ഓക്കെ. അപ്പോൾ അത്താഴം 3 പ്രാവശ്യം അത്താഴം കഴിച്ചു. സുന്നത്താണല്ലോ. 3 വട്ടം തട്ടി. ഫറദിൻ്റെ കൂലി കിട്ടുമെന്നാണല്ലോ മൊയ്ലാർ പറഞ്ഞത്. നല്ല വെട്ടുവെട്ടി 3 പ്രാവശ്യം ഒക്കെ ഓക്കെയാ. സുബൈ വാങ്ങ് കൊടുത്തതിന് ശേഷം പിന്നെ നോമ്പ് പറയുന്ന ഒന്നിലും ബന്ധപ്പെട്ടില്ല. നിസ്കാരവും ഓത്തും നോമ്പും എല്ലാം
ഹറാമ് കണ്ടില്ല, കേട്ടില്ല, പറഞ്ഞില്ല, ഒന്നുമില്ല. മുഴുവൻ ഖുർആാനോത്തും നിസ്കാരവും സുബഹി മുതൽ മഗ്രിബ് വരെ ഇടയ്ക്ക് ഫർദ് നിസ്കരിക്കും, വേറെ മുഴുവൻ ഓത്തും ബെയ്ത്തുമാണ്. പക്ഷേ നോമ്പിൻ്റെ കൂലിന്നൊരു പോയിന്റ് കിട്ടില്ല. എന്തുകൊണ്ട്? നീയത്തുണ്ടായില്ല. ഉച്ചയായപ്പോഴെ ഓർമ്മ വന്ന്, പഠിച്ചോനെ നീയത്ത് മറന്നുപോയില്ലോ, അല്ലോ നീയത്ത് മറന്നുപോയില്ലോ പഠിച്ചോനെ, എന്താ മാർഗം? ഏതായാലും നീയത്ത് മറന്നുപോയി, ഇനി അര ക്ലാസ് നാരങ്ങളും കുടിക്കാൻ പറ്റുമോ? പറ്റില്ല. അവർ നോമ്പുകാരായി പട്ടിണിക്കാരായി മഗ്രിബ് ആങ്കു വരെ മൊല്ലാക്ക മൈക്കിൽ എടുക്കുന്നവരെ ഇരിക്കണം. എന്നിട്ട് വേറെ ദിവസം നോമ്പ് കഥാ വീട്ടണം. നീയത്തില്ലാതെ ഒന്നിലും കൂലി കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യേണ്ടത് നീയത്തുണ്ടാകണം. എല്ലാറ്റിലും നീയത്തുണ്ടാകണം. ഞാൻ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നതിന് തലമറിക്കാന്ന് പറഞ്ഞ സുന്നത്തുണ്ടല്ലോ, തലമറിക്കാന്ന് പറഞ്ഞ സുന്നത്ത് ചെയ്തു. പള്ളിയിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ അതിൻ്റെ കൊട്ടയിൽ കുറേ തൊപ്പിയുണ്ടായി. ഇപ്പം അങ്ങനെയില്ല, കൊറോണ ആയതോടെയൊക്കെ കത്തിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് പള്ളിയിൽ പോകുമ്പോൾ കാല് തട്ടി വീഴും, ഒരു കൊട്ട ഇങ്ങനെ വെച്ച് ഇല്ലേ, ഇവിടെയൊക്കെ പള്ളിയിലില്ലേ, ആ കൊട്ടയൊക്കെ എടുത്ത് മാറ്റണം. അത് നല്ല ഒരിടപാടാണ്. ആ ഇടപാടൊക്കെ മാറ്റണം എന്ന് പറഞ്ഞാൽ എന്തറിയോ, ആളുകൾ പലരും യൂസ് ചെയ്ത് എണ്ണയുള്ളവർ, താരനുള്ളവർ, അല്ലേ പേൻശല്യമുള്ളവർ പലരും മാറി വെക്കുന്ന സാധനമാണിത്. അതിൻ്റെ അകത്തൊക്കെ ഉറുമ്പൊക്കെ ഒന്ന് കൊട്ടിയാലൊക്കെ ഒരു ലോഡ് ഉറുമ്പൊക്കെ ഉണ്ടാവും. അതിങ്ങനെ തല്ലി വെച്ചിട്ട് നിൽക്കാറ്. എന്നിട്ട് ഈ മാന്തലാണ്. എന്നിട്ട് 3 പ്രാവശ്യം അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാവും ഉസ്താദി എന്നൊരു മസാല. ഇതെന്താണ് ഹാല്? അങ്ങനെ വൃത്തികെട്ട സാധനം വെച്ചിട്ടാണോ നിസ്കരിക്കുന്നത്? നമ്മൾ കരുതണം. അവിടെയും റക്അത്ത് കൂടുക. തലമറിച്ച് നിസ്കരിക്കുമ്പോൾ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ സുഗന്ധം ഉപയോഗിക്കുന്ന കാര്യം മസ്റ്റായി തീരുമാനിക്കണം. അപ്പോൾ നോമ്പുകാരായി മോൾ പറ്റൂലല്ലോ ഉസ്താദേ, അങ്ങനെയുണ്ടല്ലോ. നോമ്പുകാർക്ക് സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണ്, ദീനിന് വെറുപ്പാണ്, പടച്ചോന് ഇഷ്ടമല്ലാത്ത. അള്ളാഹു അടിക്കൊന്നുമില്ല, പക്ഷെ പടച്ചോന് ഇഷ്ടമല്ല, വെറുപ്പാ. പുണ്യനബിക്ക് വെറുപ്പാ നോമ്പുകാർ സുഗന്ധം ഉപയോഗിക്കുന്നത്. അപ്പോൾ പറ്റില്ല. മഗ്രിബ് നിസ്കരിക്കുമ്പോൾ നോമ്പുണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അവിടെ മുതൽ നമ്മൾ തുടങ്ങണം. മഗ്രിബ്, തറാവിയഹ്, അതേപോലെ തന്നെ വിത്തർ, ഇല്ലേ? ഇപ്പം ഞാൻ 20 റക്അത്തിന്റെ കാര്യം പറഞ്ഞത്. എത്ര റക്അത്ത് കയറി വന്നു നോക്കി. നമ്മുടെ അക്കൗണ്ടിൽ ദിനം നഷ്ടപ്പെടുത്തുന്നു. ഇന്നു മുതൽ പതിവാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓരോ നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടുമ്പോഴും, ഏത് നിസ്കാരമായാലും സലാം വീട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വലത്തെ കൈ ഇങ്ങനെ എടുക്കുക, നെറ്റി മുതൽ മുഖം മുഴുവൻ ഇങ്ങനെ തടവുക. അറിയില്ലേ? അസ്തഗ്ഫിറുല്ലാഹ് അലീം പറയുമല്ലോ. സലാം വീട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക? വലത്തെ കൈ ഇങ്ങനെ എടുക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നെറ്റി മുതൽ മുഖം വരെ. സാധാരണ നിസ്കാരം കഴിഞ്ഞിട്ട് എന്താ നമ്മൾ ചെയ്യുക? പഴയ കാലത്തൊക്കെ നമുക്കറിയാമല്ലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സലാം വീട്ടി കഴിഞ്ഞിട്ട് ആർക്കാണോ മൊത്തം? പഠിച്ചോനോ? അതൊന്നും ശരിയായ രീതിയല്ല. അതൊക്കെ ആരോ വിവരമില്ലായ്മ കൊണ്ട് കാണിച്ചു വന്ന് അങ്ങനെ വല്ലുപ്പാനെ കണ്ട് വല്ലുപ്പ അങ്ങനെ കണ്ടു വന്നതാ. അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ല. അതൊന്നും ശരിയായ രീതിയല്ല. അങ്ങനെ ഒരു സംസ്കാരം ദീനിലില്ല. മുത്തലൊന്നുമില്ല. അവിടെ കൈ മുത്തുന്നൊരു സംസ്കാരമുണ്ട്. അതെവിടെ? മുസാഫഅത്ത് ചെയ്തു. കൂട്ടുകാരനോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. അപ്പോൾ അലൈക്കും സലാം പറഞ്ഞു. ഷെയ്ക്കൻ്റെ സലാം പറയൽ മാത്രമല്ല, ഷെയ്ക്കൻ്റെ കൊടുക്കൽ മറ്റൊരു നന്മയാണ്. സലാം പറഞ്ഞാൽ ഷെയ്ക്കൻ്റെ കൊടുക്കണം. കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കൊടുക്കണം. ഇത് സലാം പറഞ്ഞാൽ പോലും മുഖത്ത് നോക്കില്ല. ഇല്ല, ഹൗദിലേക്ക് നോക്കിയിട്ടാണ് മൊയ്ലാരോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്തൊട്ട് സലാമാണ്? മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് പരസ്പരം സ്നേഹം ഇതിനെ സലാം എന്ന് പറയും. സലാം എന്ന് പറഞ്ഞാൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കാനുള്ള വാക്കല്ല. പരസ്പരം സ്നേഹത്തോടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ സ്വതക്കയാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈ പിടിക്കൽ മറ്റൊരു സ്വതക്കയാണ്. എന്താ കൈ പിടിച്ചതിൻ്റെ പ്രതിഫലം? ഫതസാഫഹ, രണ്ടുപേരും കൈ പിടിച്ചു. വെറുതെ സലാം പറഞ്ഞില്ല. സലാം പറഞ്ഞപ്പോൾ കൈ അങ്ങോട്ട് പിടിച്ചു രണ്ടുപേരും. പിടിക്കേണ്ട ആളുകളെ കുറിച്ചാണ് ഇപ്പോൾ സഹോദരന്മാരുടെ, സഹോദരിമാരുടെ. ഈ വലിയ കൂലിയാന്ന് പറഞ്ഞ് ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ആൾക്കാരെ കൈ കയറി പിടിച്ചിട്ട് അവസാനം വലിയ കൊല്ലാപ്പുണ്ടാവും. പിടിക്കേണ്ടവർ പരസ്പരം കൈ പിടിച്ചു. അത് ഭാര്യയും ഭർത്താവും ആണെങ്കിൽ പിന്നെ വർത്താനില്ല. അത്ര വലിയ അമല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഷെയ്ക്കൻ്റെ കൊടുക്കണം, ഭാര്യയ്ക്ക് ഷെയ്ക്കൻ്റെ കൊടുക്കണം. ഇവിടെ വൈഫിനെ, ഇവിടെ ഭാര്യയ്ക്ക് ഷെയ്ക്കൻ്റെ കൊടുക്കണം. നമ്മുടെ ഭാര്യയ്ക്ക് നല്ല അമല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഭാര്യയ്ക്ക്, കെട്ടിയോക്ക് എല്ലാ ദിവസവും സലാം പറഞ്ഞ് ഷെയ്ക്കൻ്റെ കൊടുക്കുന്ന ആളുകൾ ഒന്ന് കൈവൊക്കെ. മൊത്തം പൊക്കണ്ട, ബാക്കിൽ നിന്ന് പെണ്ണുമുള്ള കാണും. പകുതി പൊക്കിയാൽ മതി. വിരിക്ക് പൊക്കം കുറവാണ്. കൊടുക്കാറുണ്ടോ? ഭാര്യയോട് സലാം പറഞ്ഞ് കൈ പിടിക്കാറുണ്ടോ? കുറവാണ്. അതല്ല, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു 2-3 മാസമൊക്കെ
പണ്ടൊരു കഥ പറയുന്നുണ്ട്. ഭാര്യ കല്യാണം കഴിഞ്ഞ അന്ന് പറഞ്ഞത്രേ, കല്യാണം കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ, അവിടുത്തെ എന്താ പറയുക പള്ളി വികാരി, അവിടെ വധൂവരന്മാർക്ക് ക്ലാസ് എടുത്തു. നിങ്ങൾ ഒറ്റ ശരീരം പോലെയാണ്, ശരീരം ഒറ്റയാണ്, നിങ്ങൾ ഒന്നാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു അല്ലേ. അവസാനം ഇത് കേട്ട് മനസ്സിലാക്കിയിട്ട് ഇവർ എന്തോ ഹണിമൂൺ അങ്ങോട്ട് പോകാൻ വേണ്ടി ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റ് എടുക്കാൻ നേരത്ത് ഒരടിമാലി എന്ന് പറഞ്ഞത്രേ, ഒറ്റ ടിക്കറ്റ്. അപ്പോൾ ഇപ്പോൾ ആ വലിഞ്ഞു കയറിയ മറ്റേ സാധനം എൻ്റെ പെണ്ണുപിള്ളിയാണ്. അപ്പോൾ പിന്നെ ഒറ്റ ടിക്കറ്റ് അല്ല, അച്ഛൻ പറഞ്ഞു ഞങ്ങൾ ഒന്നാണ് എന്ന്. അത് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ടിക്കറ്റൊക്കെ ഒരു പ്രകാരം 2 എടുത്ത് എവിടെയാണ് അവരിയ്ക്കുന്നത്? ഒരു സീറ്റിൽ ഒട്ടി ഉരുമി അല്ലേ. അത് നമുക്ക് പറ്റിയ സംസ്കാരമല്ല കേട്ടോ അത്. ഇപ്പോൾ ബസ്സിൽ കയറലൊക്കെ കുറവാണ്. ബസ്സിൽ കയറൽ സ്ഥിരമായിട്ട് ബസ്സിൽ കയറുന്നവരൊന്നുമില്ലല്ലോ, ഉണ്ടാവില്ല. ഒക്കെ മോട്ടോർ സൈക്കിളാണ്, പാഞ്ഞു പോവാണ് അല്ലേ. എല്ലാവരും നോമ്പ് തുറക്കാൻ പോകുന്ന പോലെയാണ് പോകുന്നത്. ഉച്ചക്ക് പോയാലും അസറിന് പോയാലും നോമ്പ് തുറക്കാൻ ബാങ്ക് കൊടുത്തപ്പോൾ ഒരു പോക്കുണ്ടല്ലോ നമുക്ക്, ആ ജാതി പോക്കാണ്. എന്നാ പോക്കാണ് പോകുന്നത്? അൽ അജലത്തു മിന ശൈത്താൻ, ധൃതി എവിടെ കയറി വരുന്നുണ്ടോ ശൈത്താൻ നമ്മുടെ കൂടെയുണ്ടെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അപകടത്തിലേക്കാണെന്ന് സൂചന നൽകുകയാണ് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ധൃതി വേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ ധൃതി വേണം. ഞാനത് പറഞ്ഞാൽ നീണ്ടുപോകും. അപ്പോൾ നമ്മളിങ്ങനെ എന്താ ചെയ്യുക, യാത്ര ചെയ്യുമ്പോൾ അടുത്ത് ഒരു സീറ്റിൽ 2 പേരും ഒട്ടിയുരുമി ഇങ്ങനെ ഇരിക്കുക. ഒരു 3 മാസം അങ്ങോട്ട് കഴിയുമ്പോഴോ, 3 മാസം കഴിഞ്ഞാൽ ഹാലെന്താ? അതേ പത്തു, ഓ നമുക്കിന്ന് പോകണ്ടേ കല്യാണത്തിന്, ഓ പോകണം എന്നാൽ വേഗം റെഡിയാക്കിയോ. വേഗം റെഡിയാക്കിയായി, സംഭവമൊക്കെ സെറ്റപ്പായി. ബസ്സിൽ കയറാൻ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നു. തെക്കും വടക്കായിട്ടേ നിൽക്കുള്ളൂ. അത്ര നേരം ഒട്ടി നിന്നാണ് തെക്കും വടക്കായിട്ട്. എന്നിട്ട് ബസ്സിൽ കയറുമ്പോൾ നീ മുന്നിൽ കയറിക്കോ, ഞാൻ പിന്നിൽ കയറാം. ഒരു സീറ്റൊക്കെ പോയി. 3 മാസം കഴിയുമ്പോൾ പോയി. അടുത്ത 3 മാസം കഴിഞ്ഞപ്പോഴോ നീ ആദ്യത്തെ വണ്ടിക്ക് വെക്കോ, ഞാൻ 2ാമത്തെ വണ്ടിക്ക് വന്നേക്കാം, കാണാം നമുക്ക് അവിടെ. ഈ രീതിയിലായി ഇല്ലേ. അങ്ങനെ സ്നേഹം അകലുകയാണ് ഇല്ലേ, അകലുകയാണ്. ഇടയ്ക്കിടെ സ്നേഹം ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. അത് കുടുംബക്കാരായാലും കൂട്ടുകാരായാലും ഫ്രണ്ട്സായാലും. എങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ന്യൂജൻ മക്കളുടെ ഫ്രണ്ട്ഷിപ്പ് അല്ല, അതൊക്കെ കടുത്ത ഹറാമാണ്. ഉസ്താദേ അത് കുഴപ്പമില്ല, അത് എൻ്റെ മോളുടെ ബോയ് ഫ്രണ്ടാണെന്ന്. ഒലക്കാണിത്. എന്നിട്ട് തറാവീഹിന് വന്നിട്ട് ഒരേ ദുആ, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീം. മണ്ണാങ്കട്ട കിട്ടൂ. അത് എന്തൊട്ട് കാരണയാണ്? എന്ത് കാരണം കിട്ടാനാണ് ലേ? മകളെ കുടുംബത്തിൽ വളർന്നു വരുന്ന മകളെ, കുടുംബത്തിലെ ഭാര്യ, കുടുംബത്തിലെ പെൺമക്കൾ, അവർക്ക് ഇസ്ലാമികമായ സംസ്കാരം ഹറാമാണെന്നും ഹലാൽ ഹലാലാണെന്നും പഠിപ്പിച്ചു കൊടുക്കാതെ ഉപദേശിക്കാത്ത പിതാവ് ഏറ്റവും വലിയ ഈ സമുദായത്തിൻ്റെ ശാപമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മുടെ പെൺമക്കളെ കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കണ്ട് ബസ്സിൽ കയറിയിട്ട് സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യുക വീട്ടിലേക്ക്. സ്കൂൾ ബസ്സിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ എല്ലാവരും ജനറലായിട്ട് പോകുന്നതാണ്. ആ ബസ്സിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ബീർ കുടിക്കുക പെൺകുട്ടികൾ. നിങ്ങൾ കണ്ടില്ലേ ഫോട്ടോ? ബീർ കുടിക്കുക കുപ്പിയുടെ അകത്ത്. അതിൻ്റെ പുറത്ത് ചിലപ്പോൾ ആപ്പിളിൻ്റെ ഫോട്ടോ ഉണ്ടാവും, ചിലപ്പോൾ മുന്തിരിയുടെ ഫോട്ടോ ഉണ്ടാവും. സംഭവം ഉള്ളിൽ ലഹരി ഉള്ളതാണ്. നമുക്കറിയോ ഈ കൊണ്ടാൻ വേണ്ടി എന്തൊക്കെയാണെന്ന്. അല്ലാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ. പരസ്യമായി ബീർ കുടിച്ചതിൻ്റെ പേരിൽ കോളേജ് അവിടെ സ്കൂൾ ആക്ഷൻ എടുത്തു വന്നു. ഇതെവിടെ നിന്ന് കിട്ടി ഈ സംസ്കാരം? എവിടെ നിന്നാണ് ഈ ശൈലി പഠിച്ചത്? ഒരു ആൺകുട്ടിയെ കാണുമ്പോൾ ആ ആൺകുട്ടിയുടെ വശീകരണത്തിൽ പെട്ടുപോകാനും അതിന് ഇങ്ങനെ മറുപടി കൊടുക്കണമെന്ന് പഠിക്കാനും ഒരു പെൺകുട്ടി പഠിച്ചത് എവിടെ നിന്നാ? നീ നിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് നിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമുള്ള സമ്പത്ത് കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് നിൻ്റെ വീട്ടിൽ സ്ഥാപിച്ച ചാനലിലൂടെയല്ലേ കണ്ടത്? അതിനാരാ ഉത്തരവാദി? നീയാണോ അതോ മോളാണോ? ആദ്യം നീയല്ലേ. ഞാനിത് എന്നോട് പറയുന്ന വഴല മൈക്കുള്ളതുകൊണ്ട് നിങ്ങൾ കേൾക്കുകയാണെന്ന് കരുതിയാൽ മതി. പടച്ചോമളെ കാക്കട്ടെ. എന്നോടൊരു ഉമ്മ മസാല ചോദിച്ചു. ഡെയിലി ക്ലാസ് ഉണ്ട് എല്ലാ ദിവസവും രാവിലെ. ആ ഗ്രൂപ്പിൽ അധികവും വരുന്ന പ്രിയപ്പെട്ടവരെ ചോദ്യം എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അധികവും വരുന്നത് പെൺമക്കളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അധികവും, അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. തറാവീഹ് നിസ്കരിക്കുന്ന, നോമ്പ് പിടിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ചില ഉമ്മമാർ ഒരു കയ്യിൽ തസ്ബീഹ് മാല ഉണ്ടാകും, മറ്റേ കയ്യിൽ റിമോട്ട് ഉണ്ടാകും. എന്താണ് നോമ്പിൻ്റെ വിധിയെന്ന്? വിധി നിങ്ങൾ തന്നെ പറ. റമദാൻ മാസത്തിൽ ഒരു തെറ്റിന് അള്ളാഹു ഇരട്ടി അടി നൽകുന്ന ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനമാണ് തെറ്റുകൾ. ഭയങ്കര
അള്ളാഹു ബഹുമാനിച്ചാദരിച്ചൊരു വിരുന്നുകാരനെ ഇറങ്ങിപ്പോടാ, എനിക്ക് നിന്നെ ബഹുമാനിക്കാൻ സൗകര്യമില്ല എന്ന് പറയുന്നതിൻ്റെ വേറൊരു ഭാഗമല്ലേ അത്? ഒരു മുഅ്മിനത്തായ ഉമ്മാക്ക് പറ്റൂല, ഒരു ഉപ്പാക്ക് പറ്റൂല. അത് ജീവിതത്തിൽ ഞാൻ റമദാനിൽ അതെല്ലാം സൂക്ഷിക്കണമെന്ന് പറയുന്നത് റമദാനിലെ ഒരു മാസക്കാലത്തെ ട്രെയിനിങ്ങിന് വേണ്ടിയല്ല, ജീവിതം മുഴുവനും അതെല്ലാം സൂക്ഷിക്കാനാണ്. ആ കുടുംബത്തിൽ ഹറാമുകൾ പാടിപ്പറയുന്ന, തിമിർത്താടുന്ന, ഡാൻസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ ഹറാമുകൾ ഒരു സെറ്റിയിൽ ഇരുന്നിട്ട് ബാപ്പയും മക്കളും ഉമ്മയും മക്കളും പ്രേമകഥകളും മറ്റുള്ള പ്രവർത്തനങ്ങളും ഡാൻസും പാട്ടും ഒരു നാണമില്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഫാമിലിയിൽ പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൽ കിടന്ന് മരിച്ചാൽ ഈമാൻ കിട്ടുമെന്ന് നിങ്ങളെ തോന്നിപ്പിച്ചത് ശൈത്വാനാണ്. അല്ലാഹു മലക്കാക്കട്ടെ, പടച്ചോ മലക്കാക്കട്ടെ. ഈമാനില്ല റഹ്മത്തിന്റെ മലക്കുകൾക്ക് ദേഷ്യമുള്ള വീടാകും നിന്റെ വീട്. അല്ലാഹു മലക്കാക്കട്ടെ. ഞാനിത് പറയും, നിങ്ങൾക്കൊന്നും തോന്നരുത്. ഒന്നും തോന്നിയാലും ഈ വിനീതനൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഗൗരവം കാര്യം മനസ്സിലാക്കണം. പടച്ചോൻ മലക്കാക്കട്ടെ. അപ്പോൾ എല്ലാ കർമ്മങ്ങളും പ്രിയപ്പെട്ടവരെ, നമ്മളുടെ എല്ലാ ഇബാദത്തുകളും എല്ലാ കർമ്മങ്ങളും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കണം. അതിനൊരുപാട് മാർഗമുണ്ട് നമ്മുടെ മുന്നിൽ, ഒരുപാട് വഴിയുണ്ട് നമ്മുടെ മുന്നിൽ. ഇപ്പോൾ തറാവി നിസ്കാരത്തിൽ നമ്മൾ ആ സുന്നത്ത്, രണ്ടാമതൊരു സുന്നത്ത് പറഞ്ഞു. എല്ലാ നിസ്കാരം കഴിഞ്ഞാലും കൈ ഇങ്ങനെ എടുക്കുക, നെറ്റി മുതൽ മുഖം വരെ ഒന്ന് തടവി കൊടുക്കുക. സുന്നത്താണത്. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ല അമലാണത്. ഒരു സുന്നത്ത് നമ്മൾ പാഴാക്കാൻ പാടില്ല. എല്ലാറ്റിനും ഫറദിൻ്റെ ഗ്രേഡ് കിട്ടുന്ന കൂലിയാണ്, ഭയങ്കര അമലുകളാണ്. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ പരിഗണിക്കണം. പ്രത്യേകിച്ച് അത്താഴത്തിന് എണീക്കുമ്പോൾ സുഗന്ധം പ്രത്യേകം സുന്നത്താണെന്ന് പരിശുദ്ധ ദീൻ പറഞ്ഞു. നിസ്കരിക്കാൻ മാത്രമല്ല, അത്താഴത്തിന് എണീക്കുമല്ലോ, നോമ്പിൽ എണീക്കുമ്പോൾ എന്ത് ചെയ്യുക? നന്നായിട്ട് അത്തറങ്ങൾ പൊറ്റുക. നമ്മുടെ ഡ്രസ്സിലും നമ്മുടെ വീട്ടിലുള്ള വസ്ത്രങ്ങളിലും റൂമിലൊക്കെ നന്നായിട്ട് അത്തറങ്ങൾ തേക്കുക. അപ്പോൾ ളുഹ്റിന് പോകുമ്പോൾ അതിൻ്റെ സ്മെല്ലുണ്ടാവും. ഒരു കുഴപ്പമില്ല. ളുഹറിൽ നമ്മൾ പുരട്ടാതിരുന്ന അത്താഴത്തിന് പുരട്ടിയ സുഗന്ധം നമ്മുടെ കൂടെ ഉണ്ടായിക്കോട്ടെ, അത് മലക്കൾക്ക് വിരോധമൊന്നുമില്ല. നോമ്പുകാരായിരിക്കെ ഉപയോഗിക്കൽ തികച്ചും പാടില്ലാത്ത മാറ്റിവെക്കേണ്ടതാണ്. നോമ്പിൻ്റെ ആത്മാവിൻ്റെ പവർ കുറയും. ഇതാണ് ഈ കറാഹത്തിൻ്റെ ഒക്കെ കുഴപ്പം. ആത്മാവിൻ്റെ പവർ. ഇപ്പോൾ തറാവി നിസ്കാരത്തിൽ കറാഹത്തുകൾ സംഭവിച്ചാൽ തറാവി ബാത്തിലാവൊന്നുമില്ല. പിന്നെ തറാവിഹിൻ്റെ ആത്മാവിന് ഭംഗമേൽക്കും, ആരോഗ്യം കുറഞ്ഞു പോകും. തറാവിഹിന് ഉണ്ടോ? ഉഫ്റലഹുമാ തഖദ്ദമമിൻ ദംബി, കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പൊറുക്കുമെന്ന് പറഞ്ഞില്ലേ? ആ പവർ അങ്ങോട്ട് പോവും, പവർ അങ്ങോട്ട് ചുരുങ്ങും. തറാവി മുറിയില്ല കറാഹത്തുകൾ. ഇപ്പോൾ തറാവി നിസ്കാരത്തിൽ ഒരാൾ നിയ്യത്ത് ചെയ്തിട്ട് എടുത്ത് പലരും ചോദിച്ചു, ഉസ്താദേ ഓരോ 2 റക്അത്തിലും നിയ്യത്ത് ചെയ്യണമെന്ന്. അങ്ങനെ ഇമാം ഇങ്ങനെ കടകട ഇവിടെ എങ്ങനെയാണോ? അങ്ങനെ പല ജമാഅത്താണ് അല്ലേ? ഇവിടെയൊക്കെ എങ്ങനെ നിസ്കാരം? എങ്ങനെ കടകട. അപ്പോൾ എന്താ അല്ലേ, കൂടുതൽ സ്പീഡുള്ള പള്ളികളിൽ ആൾ കൂടും, AC ഉള്ള പള്ളികൾ ആൾ കൂടും. ഞാൻ സ്ഥിരമായിട്ട് നിസ്കരിക്കാൻ വന്ന 2-3 കാക്കമാരെ കണ്ടില്ല. ഞാൻ ചോദിച്ചു, എന്താക്കെ നോമ്പായിട്ട് എന്താ ഡിഗ്രിയൊക്കെ എടുത്ത് പോയോ, TC വാങ്ങിപ്പോയോ? ഇല്ല, ഞാൻ ആ പള്ളിയിലുണ്ട്. എന്താ ആ പള്ളി? ചെറിയ പള്ളിയാണ്. ആ പള്ളിയിൽ അവിടെ AC ഉണ്ട്, നല്ല സുഖം. ഉസ്താദേ വെറുതെ ഇരുന്നിങ്ങനെ ഉറങ്ങാൻ നല്ല സുഖം. അത്തയ്യാത്തിലൊക്കെ അടുത്ത ആളൊന്ന് തൊട്ടുമ്പോൾ ചാടി അടിച്ച് AC ആണല്ലോ. ഇപ്പം AC പള്ളിയിൽ ആളായി ഉണ്ടോ? സ്പീഡ് കൂടുതലുള്ള പള്ളിയിൽ ആളായി. നമ്മൾ എന്തെങ്കിലും കാരണവശാൽ സാധാരണ ഇപ്പോൾ 8:30 തുടങ്ങി 9:30 നിർത്തും. അതൊരു സമയമാണ്. 9:30 കഴിഞ്ഞിട്ട് 1 മിനിറ്റ് കൂടിയാൽ പിന്നെ അവിടെ മുതൽ ഓവറാണ്. അതെ, 3 മിനിറ്റ് ഒഴിയല്ലോ. എന്താ സംഭവം? എന്താ ഉണ്ടോ? ഇടയ്ക്കിടെ ക്ലോക്കിലേക്ക് നോക്കുന്ന ക്ലോക്ക് അവിടെ നിന്ന് മാറ്റി ബാക്കിൽ വെച്ചേക്കാണ്. ഇപ്പം ഇടയ്ക്കിടെ ഈ തപ്പി നോക്കുകയാണ് എവിടെ എത്തിയെന്നറിയാൻ വേണ്ടിയിട്ട്. പഠിച്ചോമ്പളക്കാക്കട്ടെ. അവരുടെ തറാവീനൊന്നും കൂലിയില്ല കേട്ടോ, ഒന്നും കിട്ടൂല. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അള്ളാഹുവിൻ്റെ മുന്നിൽ റമദാനിൽ മാത്രമുള്ള നിസ്കാരമാണ് തറാവീഹ്. ഒരു ഉമ്മത്തിനും അള്ളാഹു കൊടുത്തില്ലല്ലോ തറാവീഹ്. ഇതിൻ്റെ കഴിഞ്ഞു പോയ സമുദായങ്ങളൊക്കെ വന്നില്ലേ? ആദം നബി ആരാ? മൂസ നബി ആരാ? ഇബ്രാഹിം നബി ആരാ? ഈസ നബി ആരാ? അവരുടെയൊക്കെ ഉമ്മത്ത് കഴിഞ്ഞില്ലേ അലൈഹിമുസ്സലാത്തു വസ്സലാം. ഒരാൾക്ക് പോലും 2 റക്അത്ത് പോലും കൊടുത്തില്ല. നമുക്ക് 20 തന്നത്, 2 റക്അത്ത് എന്ന പേരിരിക്കട്ടെ എന്ന് കരുതി തറാവി കൊടുത്തില്ല. ആ സമ്മാനം പാത്തു വെച്ച് നിന്റെ കരങ്ങളിൽ തന്നിട്ട് ഈ ജാതി നേരം പോക്കിൻ്റെയും ഈ ജാതി സമയത്തിൻ്റെ കണക്ക് പറയുന്ന തറാവീഹായി പ്രിയപ്പെട്ടവരെ, നമ്മുടെ തറാവീഹ് മാറാൻ പാടില്ല. പഠിച്ചോമ്പളെ കാക്കട്ടെ. അപ്പോൾ ഈ സ്പീഡപ്പിനിടയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ആ ഭാഗം കൂടെ ഓടിച്ചു പറയുമ്പോൾ നമ്മുടെ സമയമാവും.
അല്ലാഹുവേ പഠിച്ചോനെ. സ്പീഡ് കൂടുമ്പോൾ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ പോലും തറാവി എന്നല്ല, ഇപ്പോൾ സുന്നത്ത് നിസ്കരിക്കാമെന്ന് കൂട്ടിക്കും. അപ്പോൾ മഗ്‌രിബിന് ഇമാമിൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുകയാണ് മഗ്‌രിബ് നിസ്കാരം. അത്യാവശ്യം അതിനൊരു അല്ലേ ശുറത്തും ഫറലും സുന്നത്തൊക്കെ ഉണ്ടാവും. മഗ്‌രിബ് നിസ്കാരം കണ്ട് സലാം വീട്ടിയിട്ട് ദുആ കഴിഞ്ഞിട്ട് നമ്മൾ ദുആ കഴിഞ്ഞു, ദുആ കഴിഞ്ഞു, ഇമാം അവിടെ നിന്ന് ഷോളൊക്കെ നേരെയാക്കി ഒന്ന് എണീറ്റ് നിന്ന് നിയ്യത്ത് ചെല്ലണമുള്ളൂ. എന്താപ്പോൾ ചെയ്ത് ആമീൻ റഹ്മത്തുകാരമ സ്വലാത്ത് ചൊല്ലി മുഖം തടവിയിട്ട് അവിടെ നിന്ന് എണീറ്റ് നിന്നിട്ട് നിയ്യത്ത് ചൊല്ലാൻ വേണ്ടി നിന്നപ്പോൾ ബാക്കിൽ സുജൂദിൽ. പഠിച്ചോണ്ട് ഇത് ഏത് മലക്കാണിത്? ഇത്ര നേരം നമ്മളോട് നിസ്കരിച്ച ഒരാൾക്ക് അവിടെ വരെ എത്താൻ പറ്റില്ല. ഫാത്തിയ കടിച്ചു വെച്ച് തിന്നാലും എത്തൂല. ആള് സുജൂദിൽ, കുറച്ച് പേര് റുക്കൂയിൽ. ഇതെന്താ ഇപ്പോൾ കഥ? അപ്പോൾ കൈ അങ്ങോട്ട് നെയ്യത്തൊക്കെ ഒരു ഹോൾസെയിൽ നെയ്യത്താണ്. എൻ്റെ അടുത്ത് ആരോ ചോദിച്ചല്ലോ ആരാണ് പോയി ഉസ്താദേ വന്ന പാടെ അങ്ങോട്ട് കൈ കെട്ടിക്കൂടെ? എന്തിനാ നെയ്യത്ത് വീട്ടിൽ നിന്ന് വച്ചു. ദുഹർ നിസ്കരിക്കാനല്ലേ പള്ളിയിലേക്ക് വരുന്നത്. നിസ്കരിക്കാൻ വന്നവരോ ചെരുപ്പ് എടുക്കാൻ വരുന്നൊന്നുമല്ലല്ലോ. അങ്ങനെ ഉണ്ട് അതിൻ്റെ വകുപ്പ്. ചെരുപ്പ് കട്ടുകൊണ്ട് പോകാമെന്നും പറഞ്ഞപ്പോൾ റമദാനിൽ തന്നെ ഒരുപാടായി. സാർ ചെരുപ്പ് മാറിക്കൊണ്ടുപോകുന്നല്ല, അറിഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നതാണെന്ന് പറഞ്ഞ പരാതി. ആരോടാ പറയുന്നത്? ഉസ്താദിനോട്. ഉസ്താദിൻ്റെ തന്നെ 2 എണ്ണം പോയി കൊല്ലം. ആരോടാ പറയുക? അങ്ങനെ ചില ആളുകൾ പല വകുപ്പുണ്ടാവും പള്ളിയിൽ വരുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഇപ്പോൾ CCTV ഒക്കെ വന്നു, ഇനി രക്ഷയില്ല. അപ്പോൾ എന്താ പറയുക, നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം നിസ്കരിക്കാനാണ്. പിന്നെ എന്തിനാ ഇതെന്നെ നെയ്യത്ത്? അതിന് നെയ്യപ്പം എന്ന് പറയും. നെയ്യത്താവില്ല. നെയ്യത്ത് മക്റൂനത്തായിരിക്കണം, തക്ബീറത്തുൽ ഇഹ്റാമിനോട് യോജിക്കണം. തക്ബീറത്തുൽ ഇഹ്റാമിൽ നെയ്യത്ത് വേണമെന്ന നിസ്കാരത്തിന് മുമ്പ് മാത്രമല്ല, തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഇങ്ങനെ കെട്ടി അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് അള്ളാഹുവിൻ്റെ അലിഫിൻ്റെയും റായിൻ്റെയും ഇടയിൽ ഏത് നിസ്കാരം നിസ്കരിക്കുന്ന നെയ്യത്ത് ഉള്ളിൽ വേണമെന്നാ. അത്ര യോജിച്ച് നിൽക്കണം നിസ്കാരത്തിനോട്, ഒളോയിനോട് ഒക്കെ യോജിച്ച് നിൽക്കണം നെയ്യത്ത്. അപ്പോൾ ആ നെയ്യത്ത് ഓരോ 2 റക്അത്തിന് വേണം ഉസ്താദ്. ആദ്യത്തെ 2 റക്അത്തിലാണ് നെയ്യത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ ഇമാമിനോട് നിസ്കരിച്ചാൽ പോരെ? പലരും ചോദിച്ചു ആദ്യത്തെ റക്അത്തിൽ മാത്രം വജ്ഹത്ത് ഓതിയാൽ പോരെ, ആദ്യത്തെ റക്അത്തിൽ മാത്രം ഫാത്തിഹ ഓതിയാൽ പോരെ? ഫാത്തിഹ ഇമാം അങ്ങനെ ഓതാണല്ലോ ഏതായാലും പാവം. അപ്പോൾ ഞങ്ങൾ കൂടി കൊടുത്താൽ പോരെ? നിസ്കാരം ബാത്തിലാവും. എല്ലാ മയ്യത്ത് നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരത്തിലും കൈകെട്ടി നെയ്യത്ത് ചെയ്ത് കൈകെട്ടിയാൽ പിന്നെ ഉടൻ വരേണ്ടത് അഊദും ബിസ്മിയല്ല, പിന്നെ ഏതാ? വജ്ഹത്തുവാണ്. എല്ലാ നിസ്കാരങ്ങളിലും അത് ഒഴിവാക്കൽ കറാഹത്ത. പടച്ചോന് ഇഷ്ടല്ല അവരെ എന്നാണ് ഈ കറാഹത്തിൻ്റെ അർത്ഥം. പുണ്യനബി അത് ഇഷ്ടപ്പെട്ടില്ല എന്നാ. നിസ്കാരം പഠിപ്പിച്ച, നിസ്കരിക്കാൻ പറഞ്ഞ അള്ളാഹുവിനും പരിശുദ്ധ ദീനിനും ഇഷ്ടമല്ല എങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഒഴിവാക്കരുത്. അപ്പോൾ വജ്ഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർള് എന്നൊക്കെ ഞങ്ങൾ വിശാലമായ വജ്ഹത്ത് ഓതി വരുമ്പോഴേക്ക് ഇമാമ് 3 അത്തഹിയ്യാത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്താ ഇതിന് മാർഗം? ഇതിന് മാർഗമുണ്ട്. വജ്ഹത്ത് ചുരുക്കി ഓതുക. വജ്ഹത്ത് ചുരുക്കുക. വജ്ഹത്തു ദുആഉൽ ഇഫ്തിതാഹ്, കൈകെട്ടിയാൽ ഒരു പ്രാരംഭ സനാ, അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടൊരു വചനം. അതാണ് അവിടെ സുന്നത്തായി വരുന്നത്. അതിൻ്റെ വിശാലമായ പദമാണ് വജ്ഹത്തു. അല്ലേ? അത്ര ലോങ് ആയിട്ട് നിസ്കരിക്കുന്നില്ല, വേഗത്തിലാക്കാണ്. ചുരുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പരിശുദ്ധമായ ഹദീസിൽ വന്നിട്ടുള്ള വചനങ്ങൾ നമുക്ക് പറയാം. സുബ്ഹാനകല്ലാഹു വബിഹംദിക് മതിയല്ലോ. എല്ലാ നിസ്കാരം അങ്ങനെ വേണമെന്നല്ല. ഈ നമ്മൾ ലോങ്ങായി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് സുന്നത്ത് നിസ്കരിക്കുകയാണ്, പെട്ടെന്ന് പോയിട്ട് തിരക്കുണ്ട്, അങ്ങനെയുള്ള നിസ്കാരങ്ങളിലൊക്കെ നമ്മൾ ചുരുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എന്ത് ചെയ്യുക? തറാവീഹിൻ്റെ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഇമാമോട് കൂടെ, അല്ലെങ്കിൽ ഞാൻ ഇമാമായിട്ട് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കൈകെട്ടിയാൽ പിന്നെ ഉടൻ തന്നെ അഊദു ബിസ്മില്ല, സുബ്ഹാനകല്ലാഹു വബിഹംദിക് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെയാണ് വേണ്ടത്. അഊദു ഒഴിവാക്കാൻ പാടില്ല ഒരു റക്അത്തിലും. തറാവീഹ് നിസ്കാരമല്ല, എല്ലാ നിസ്കാരത്തിലും അഊദു ഒഴിവാക്കൽ കറാഹത്താണ്. കൈകെട്ടി ഫാത്തിഹ ഉണ്ടോ അഊദു വേണം. 1ാമത്തെ റക്അത്തിൽ മസ്റ്റായിട്ട് വേണം, എല്ലാ റക്അത്തിലും വേണം, അഊദു വേണം. വജ്ഹത്തിൻ്റെ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം ഈ അഫ്ആലുകളിൽ, കർമ്മങ്ങളിൽ തുമഅനീനത്ത് നിർബന്ധ, സുന്നത്തല്ല. അനക്കമടങ്ങണം. റുക്കൂയിൽ പോയാൽ ആ റുക്കൂയിൽ ശരീരത്തിൻ്റെ എല്ലാ പാർട്സുകളും, എല്ലാ ചലനങ്ങളും ഒരല്പനേരത്തേക്ക് നിശ്ചലാകണം. എന്നിട്ടേ അടുത്ത ഫർദിലേക്ക് കിടക്കാവുള്ളൂ. ഇങ്ങനെ സ്പ്രിങ് ഒരു നിസ്കാരം ഉണ്ടല്ലോ, കണ്ടിട്ടില്ല? അങ്ങനെ നിസ്കാരം കൈകെട്ട അങ്ങനെ റുക്കൂയിലേക്ക് പോകുന്നതിന് അല്ലേ, കാലൊന്നും റെഡിയാക്കിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ സുജൂദിലേക്ക് എല്ലാ അവയവവും നിശ്ചലായിട്ടില്ല, അതിനു മുമ്പ് തന്നെ നിസ്കാരം ബത്തുലാണ്. ബത്തുലത്ത് എന്നാ
നിസ്കാരത്തിൻ്റെ 9ാമത്തെ ഫർദ് തുമനീനത്താണ്. ഏത് ഫർദിൽ പോയാലും ആ ഫർദിൽ അനക്കമട. സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തമില്ല, ഒരു സ്പ്രിങ് പോലെ അങ്ങനെ വന്നിട്ട് അങ്ങോട്ട് മറിയാണ്, നിസ്കാരം ബാത്തിലാവും. അതുകൊണ്ടല്ലേ ഒറ്റ തറാവി കിട്ടിയാൽ മതിയല്ലോ നമ്മൾ രക്ഷപ്പെടാൻ. കിട്ടുന്നില്ലല്ലോ നമുക്ക്, അല്ലേ? അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, തറാവി ഒരുപാട് സമയമെടുത്ത് വലിയക്കാട്ട സൂറത്തൊക്കെ ഓതി ഒരു 3-4 വട്ടം വജ്ജഹത്തൊക്കെ ഓതി നേരം വെളുക്കുമ്പോഴത്തേക്ക് നിസ്കാരം തീർക്കണമെന്നല്ല. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ര തന്നെ ഷോർട്ടായിട്ട് തന്നെ നമുക്ക് നിസ്കരിക്കാം. പക്ഷെ ഒന്നും പോകാത്ത രീതിയിൽ, കറാഹത്ത് വരാത്ത രീതിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നിസ്കരിക്കണം. അവസാനത്തെ തഹിയാത്ത് വരുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ ആ നേരം വരെ നമ്മുടെ നോട്ടെവിടെ? സുജൂദിലേക്കാണ് വേണ്ടത്. ഇരുട്ടാണെങ്കിലും എങ്ങോട്ട് നോക്കണം? സുജൂദിൻ്റെ സ്ഥാനത്തേക്ക്. കൈവിരൽ ഉയർന്നാൽ പിന്നെ നോട്ട് അവിടെ നിന്ന് മാറി ഇവിടേക്കാണ്. അതാണ് സുന്നത്ത്. ഇവിടേക്ക് വലിയ കൂലിയല്ലേ, അതും റമദാനിൽ ചെയ്യുന്നൊരു സുന്നത്തിൽ ഈ ഭാഗത്തേക്ക് നോട്ടം വേണം. എല്ലാവരും നോട്ടം എവിടേക്കാണ്? സലാം വീട്ടുന്നവരെ ആ നോട്ടത്തോടൊപ്പം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെയല്ലേ പതിവ്? ആ പതിവ് ഇന്ന് മാറ്റാൻ പോവുക. ഞാൻ പറഞ്ഞേ, ഇന്ന് മുതൽ നമ്മൾ ചെറിയൊരു ഒരു അഴിച്ചുപണി മാറ്റും. ചില ആളുകൾ ഇന്നക ഹമീദും മജീദ് സ്വലാത്ത് വരെ പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യഥാർത്ഥത്തിൽ ഒരു വെഡിത്താണ് ഈ ചെയ്യുന്നത്. കാരണം അത്തഹിയാത്തുൽ മുബാറക്കാത്തു ഇതെന്താ? സത്യത്തിൽ എന്താണത്? അള്ളാഹുവിനെ പുകഴ്ത്തി പറയലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അള്ളാഹു മഹാനാണ്. പിന്നെ സ്വലാത്ത്, മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണേ റബ്ബേ, നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവിടുത്തെ അള്ളാഹു ഗുണം ചെയ്തിട്ടുണ്ട്, ഗുണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ചോദിക്കാൻ പോകുന്നത് എൻ്റെ കാര്യമാണ്, എൻ്റെ സ്വന്തം കാര്യം. ആ ഭാഗത്തേക്ക് ഞാൻ വന്നു, എൻ്റെ സ്വന്തം കാര്യം ഞാൻ ചോദിക്കാൻ പോവാം. അപ്പോൾ എനിക്കൊന്നും പ്രത്യേകിച്ച് ചോദിക്കാനില്ല, കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ കാര്യമൊക്കെ സലാമത്താണ് എന്നല്ലേ എൻ്റെ അർത്ഥം? എന്താ നമ്മുടെ കാര്യം ചോദിക്കാത്തത്? ഖബറിൽ നിന്ന് കാവൽ ചോദിക്കാതെ പുന്നാര നിബിതങ്ങൾക്ക് നിസ്കാരമുണ്ടായിരുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. ദജ്ജാലിൽ നിന്ന് കാവൽ ചോദിക്കാതെ നിസ്കാരം പുണ്യനബിക്കില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ വരുന്ന ഫിത്ന ഫസാദിൽ നിന്നും നാശത്തിൽ നിന്നും കാവൽ ചോദിക്കാതെ പുന്നാര നിബിതങ്ങൾക്ക് നിസ്കാരമില്ല എൻ്റെ പ്രിയമുള്ളവരെ. 4 കാര്യത്തെ തൊട്ട് കാവൽ ചോദിച്ചിട്ടല്ലാതെ നിസ്കാരം അവിടുന്ന് പൂർത്തീകരിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ചുരുങ്ങിയത് എന്ത് വേണം? അല്ലാഹുമ്മ ഉഫ്ർലി മാ ഖദ്ദംതു വമാ അഖർതു. അത്ര ലോങ് പോകുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ചുരുങ്ങിയത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നതിൽ മഹിയ വൽ മമാത്ത് വമിൻ ഫിത്നതിൽ മസീഹി ദജ്ജാൽ. ആ 4 കാര്യം മതി, ഒട്ടുമില്ല. ഇമാം അടുത്ത് എണീക്കുന്നതിന് മുമ്പ് നമുക്ക് എണീക്കാം, ഒരു കുഴപ്പമില്ല. അറിയാവുന്ന ഇമാമിങ്ങളൊക്കെ അത് ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് ഒഴിവാക്കൽ കറാഹത്താണ്. അപ്പോൾ തറാവിന് 100 മാർക്കായി. തീരുന്നത് കൃത്യസമയത്ത് തീരുകയും ചെയ്യും, ഒരു കുഴപ്പമില്ല. ആവശ്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവർ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നോമ്പ് ഒരു കാരണവശാലും ഇങ്ങനെയൊക്കെ റമദാനിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കും. നോമ്പ് പിടിച്ചാൽ സുബഹി മുതൽ മഗ്രിബ് വരെ നമ്മുടെ വയറിന് മാത്രം പട്ടിണി കിടക്കുന്ന നോമ്പായാൽ പോരാന്ന് ചുരുക്കം. നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് നോമ്പിൻ്റെ കൂലി പോകുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിച്ച് ജീവിക്കലാണ് നോമ്പ്. ഇംസാക്കാണ്. അത് വയറിന് മാത്രമാണോ? വയറിന് മാത്രമാണോ നോമ്പ്? അല്ലല്ലോ. വയറിന് മാത്രം നോമ്പിന് പട്ടിണി എന്ന് പറയും, വെറും പട്ടിണി എടുക്കാം. അത് പറഞ്ഞിട്ടുണ്ട്. റുബ്ബ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമി ഇല്ലൽ ജൂഅ്. എത്രയെത്ര നോമ്പുകാരാണ് അവരുടെ വയറിന് മാത്രമാണ് പട്ടിണി. അവർ ഒന്നും കഴിക്കുന്നില്ല, ഒന്നും കുടിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവരുടെ കണ്ണിന് നിയന്ത്രണമില്ല, കാതിന് നിയന്ത്രണമില്ല, അവർക്ക് നോമ്പില്ല അള്ളാഹുവിൻ്റെ മുന്നിൽ. അത്തരക്കാരുടെ നോമ്പ് അള്ളാഹുവിന് വേണ്ടെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെല്ലാം നോമ്പെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റിയില്ല, നമ്മളൊരു ഹോസ്പിറ്റൽ കേസായിട്ട് കുടുങ്ങിപ്പോയി. ഭക്ഷണം കഴിക്കാതിരുന്നിട്ടില്ലേ, നമ്മൾ വെള്ളം കുടിക്കാതിരുന്നിട്ടില്ലേ? അതിനൊക്കെ നോമ്പെന്ന് പറയോ? ഇല്ല, വെറും പട്ടിണി എന്ന് പറയും. ഞാൻ ഒന്നും കഴിച്ചില്ല എത്ര നേരമായിട്ട്, പട്ടിണിയായി പോയി എന്നാ പറയും. നോമ്പായി പോയി എന്നല്ല പറയാ. നോമ്പിനങ്ങനെയല്ല. നോമ്പിന് കണ്ണിന് നോമ്പാണ്, കാതിന് നോമ്പാണ്, നാവിന് നോമ്പാണ്. നാവിന് നോമ്പില്ലാത്തവർ യഥാർത്ഥത്തിൽ നോമ്പില്ലാത്തവരാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നോമ്പ് കാലത്ത് നമ്മുടെ സംസാരം സൈലൻ്റ് ഓപ്ഷനാണ്. മാക്സിമം ഒന്നും മിണ്ടണ്ട. ഇനി വാ തുറന്നാൽ നമുക്ക് ദിക്ർ ചെല്ലാം, സ്വലാത്തും ഇല്ല, ചെറുങ്ങനെ സംസാരിക്കുക. അത്യാവശ്യ സംസാരങ്ങൾ സലാം ചൊല്ലി മടക്കി എന്താണ് വിശേഷം, അൽഹംദുലില്ലാ, ആ എവിടെ പോയിരുന്നു, ഞാൻ ഇവിടെ പോയത്, കണ്ട ചെറിയ സംസാരം. മറ്റുള്ളവരെ കുറിച്ചുള്ള വോയിസ്, മറ്റുള്ളവരെ കുറിച്ച് സാധാരണ നമ്മളെക്കുറിച്ച് നമ്മൾ പറയാറില്ലല്ലോ. ഞാൻ മോശക്കാരനാണ് മുഹമ്മദേ, എൻ്റെ നിസ്കാരമൊക്കെ ഒരുപാട് കഥാ ഉണ്ട്,
ഞാനൊക്കെ മരിച്ചാൽ എനിക്ക് സ്വർഗം, അള്ളാഹുവേ സ്വർഗം തരുമോ, അള്ളാഹു എനിക്ക് സ്വർഗം നൽകട്ടെ. ഞാൻ വളരെ മോശക്കാരനാണ്, എത്ര ഗീബത്തും നമീമത്തും പറഞ്ഞ ആളാ, എത്ര തെറ്റ് ചെയ്ത ആളാ, ഹറാമ് കണ്ട കേട്ട ആളാ ഞാൻ മോശക്കാരനാണ്. നമ്മൾ സാധാരണ പറയാറുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചോ കേട്ടില്ലേ അമ്മേൻ്റെ കഥ? അയ്യോ തകർന്ന് തരിപ്പണമായി, കേൾക്കാൻ കൊള്ളൂല, മോശം, നോമ്പ് പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ പറയാണ് കേട്ടോ. അങ്ങനെയല്ലേ സാധാരണ നമ്മൾ എന്ത് പല കാക്കന്മാരെ എന്നോട് ഒന്ന് പറയുന്നുണ്ട്, ഉസ്താദേ പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിലും പറയാണ് കേട്ടോ. ഒരു അഡ്വാൻസ് ബുക്കിങ് ഹറാമാണ്. നോമ്പിൻ്റെ കൂലി അപ്പം തന്നെ അങ്ങോട്ട് പോകും. പിന്നെ നമുക്ക് എന്താ ഉണ്ടാവുന്നത്? കുറച്ച് നേരത്തേക്ക് വയറും വിശപ്പും ദാഹമായിട്ട് ഇങ്ങനെ പോകും ബാങ്ക് വിളിക്കുന്നവരെ. അത് കഴിഞ്ഞാൽ അതുമില്ല, കൂലി അപ്പം തന്നെ പോയി. നമ്മൾ ആരെക്കുറിച്ച് പറഞ്ഞു അങ്ങോട്ട് പോയി? ഇതാര് പറഞ്ഞു? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടൊരു കാരണവശാലും സംസാരം നിയന്ത്രിച്ചോളൂ, നോമ്പ് കൂടെ ഉണ്ടാവും. മിണ്ടിയാൽ നോമ്പ് പൊറിയുമായിരുന്നു ഗതകാല സമൂഹത്തിന്. നമുക്ക് മാത്രമേ മിണ്ടാൻ അനുവാദം തന്നുള്ളൂ. കഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക് നോമ്പ് കൊടുത്തു. എന്താ നോമ്പിൽ ഹറാമാക്കിയത്? അൽ അക്കുലു വശ്ശുറുബു വറഫത്തു വൽ കലാം. അല്ല, ഭക്ഷണം കഴിച്ചാൽ നോമ്പ് പൊറിയും. വശ്ശുറുബു, വെള്ളം കുടിച്ചാൽ നോമ്പ് പൊറിയും, അത് നമുക്കുണ്ടല്ലോ. വറഫത്തു, ഭാര്യയുമായി ബന്ധപ്പെട്ട നോമ്പ് പൊറിയും, നമുക്കുണ്ടല്ലോ. വൽ കലാം, സംസാരിച്ചാൽ നോമ്പ് പൊറിയും. ആംഗ്യം കാണിക്കുള്ളൂ നോമ്പിലേ. എല്ലാം ആംഗ്യത്തിലൂടെ ഞാൻ ഉറങ്ങാൻ പോവാണ്, ഇങ്ങനെയൊക്കെ മിണ്ടിയ നോമ്പ് പൊറിയും. ഒരു ചെറിയ അളവ് വന്നു, അത്യാവശ്യം മിണ്ടിക്കോളിന്ന്. അപ്പോൾ പിന്നെ നമ്മൾ സൊറന്ന് തട്ട് തന്നെ. ഉമ്മമാരുടെ ഇഷ്ടം പോലെ നബീസു എന്നിട്ട് വന്നേ വിയാത്തുൻ്റെ കഥ. നീ എവിടെയായിരുന്നു? ഇന്നലെ തറാവിക്കിരിക്കാൻ പോയിട്ട് എൻ്റെ പൊന്നേ വിയാത്തുൻ്റെ ഒന്നും പറഞ്ഞു അറിഞ്ഞില്ലേ? വേണ്ട നോമ്പും തറാവിയൊക്കെ വിറ്റു അവർ. പഠിച്ചോ നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ദ്വാരക്കലവും നിങ്ങളല്ലേ. അള്ളാഹുവേ പടച്ചോനെ, അള്ളാഹുവേ ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ പടച്ചോനെ. നാളെ സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന, അള്ളാഹുവേ നരകമോചനം കിട്ടുന്ന നല്ല അമലായി സ്വീകരിക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ് അല്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമു റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജസീദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളുടെ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കൂലി മുഴുവനും നീ കാമിലാക്കി നൽകണേ അല്ലാ. നിങ്ങൾ പറഞ്ഞതും കേട്ടതും പങ്കെടുത്തതും നീ പുണ്യ അമലാക്കണേ റബ്ബേ. നാളെ സ്വർഗത്തിൽ പോകാൻ ഞങ്ങൾക്ക് സഹായമാക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും റബ്ബേ മരണം വരെ ക്യാൻസർ തരല്ലേ അല്ലാ, ട്യൂമർ തരല്ലേ അല്ലാ, ഹൃദ്രോഗം തരല്ലേ അല്ലാ, വാൽവ് തകരാറ് തരല്ലേ അല്ലാ. അല്ലാഹുവേ സംശയത്തിൻ്റെ പേരിൽ പോലും ക്യാൻസറിനൊരു ചെക്കപ്പ് നടത്തേണ്ട ഗതി വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ഇന്നലെ വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പ് ഒരു പ്രിയപ്പെട്ട ഉമ്മ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് തൊണ്ടയിൽ ക്യാൻസറാണ്, വെള്ളം കുടിക്കാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല, കിടന്ന് കരച്ചിലാണ് ഉസ്താദേ, ദ്വാരക്കണമെന്ന് പറഞ്ഞ് ഒരു ഭാര്യയുടെ കണ്ണുനീർ റബ്ബേ എത്ര വിഷമമുണ്ടാകും. ആ ഭർത്താവ് ഞങ്ങളാണെങ്കിൽ റബ്ബേ ഞങ്ങളുടെ ഭാര്യ എങ്ങനെ സഹിക്കും റബ്ബേ? ഞങ്ങളുടെ ഭാര്യയാണ് ആ കിടക്കുന്നതെങ്കിൽ ഞങ്ങളെങ്ങനെ സഹിക്കും റബ്ബേ? അല്ലാഹുവേ ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. ഈ മജ്‌ലിസിൽ വന്ന സാധുക്കളായ ഞങ്ങളുടെ ശരീരത്ത് പഠിച്ചവരെ ഞങ്ങളറിയാതെ അത്തരം രോഗത്തിൻ്റെ അംശങ്ങളുണ്ടെങ്കിൽ റമളാനിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എടുത്തു മാറ്റണേ അല്ലാ. ഞങ്ങൾക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളൊക്കെ കൊച്ചുമക്കളാണ്, ബാപ്പിച്ചാന്ന് വിളിക്കാൻ പോലും അവർക്ക് പ്രായമില്ല റബ്ബേ. ഞങ്ങളെ പെട്ടെന്നങ്ങ് മരിപ്പിച്ച് കളഞ്ഞ് ബാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത ഗതി വരുത്തല്ലേ അല്ലാ. നീ കാക്കണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. നിസ്കാരമില്ലാത്ത മക്കളെ തരല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉപ്പാക്ക് പൊറുക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് വെയിൽ കൊണ്ട്, ഒരുപാട് പണിയെടുത്ത് ഇപ്പം അവരുടെ നടുവിന് വേദനയാണ്, കൈക്കും കാലിനൊക്കെ വേദനയാണ്, അവർക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല റബ്ബേ. അവർ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് ശരീരം തകർന്നു പോയവരാണ് റബ്ബേ. ഞങ്ങളൊന്നും പകരം കൊടുത്തിട്ടില്ല, എന്ത് കൊടുത്താലും മതി വരില്ല. നിന്റെ റഹ്മത്ത് കൊടുക്കണേ അല്ലാ.
അല്ലാഹുവേ ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ, മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് റമദാൻ അനുകൂലമായി സാക്ഷി പറയിപ്പിക്കണേ അല്ലാ, പ്രതികൂലമാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ തറാവീഹും നോമ്പും മറ്റു സ്വതക്കകളും സ്വീകരിക്കണേ റബ്ബേ, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. പഠിച്ചവനെ ഒരുപാട് മഹല്ലത്തിൽ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞ് നീ ഞങ്ങളെ സഹായിക്കുമെന്ന ഉറപ്പിൽ ഞങ്ങൾ ഏറ്റിരിക്കുകയാണ്. അല്ലാഹുവേ ആരോഗ്യം നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ഇതിൻ്റെ പ്രവർത്തകരെ വിജയിപ്പിക്കണേ റബ്ബേ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. അവസാനം ദുആ ചെയ്യുന്ന ആമീൻ പറയുന്ന സാധുക്കളാണ് ഞങ്ങളുടെ നാവുകൾ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات آمين برحمتك يا أرحم الراحمين بحق صلى الله على سيدنا محمد والآل والصحاب سلم صلى الله على سيدنا محمد والآل والصحاب سلم اللهم صل على سيدنا محمد والآل والصحاب سلم صل على جميع الأنبياء والمرسلين وآخر دعوتي أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.